മതത്തിൽ നമുക്ക് കണിശത വേണം, ദീനിലൊരു കൃത്യതമാണ്, ഒരു സ്റ്റാൻഡ് വേണം, നിലപാടുള്ളവരാകണം നമ്മൾ. നിലപാടില്ലാത്തവരായി ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകൾ മാറരുത്. ഒരു നിലപാട് നമുക്കുണ്ടാകണം. അമ്പിയാക്കടെ മാതൃകയാണ് പ്രിയപ്പെട്ടവരെ നിലപാട്. ആരുടെ മുഖത്ത് നോക്കിയിട്ടും ഞാനൊരു മുസൽമാനാണെന്ന് പറയാൻ അമ്പിയാക്കൾ ധൈര്യം കാണിച്ചിരുന്നു. ആരുടെ മുഖത്ത് നോക്കിയിട്ടും അള്ളാഹ് നിയോഗിച്ചയച്ചൊരു ദൂതനാണെന്ന് പറയാൻ അമ്പിയാക്കൾക്കൊട്ടും ഭയപ്പാടില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. ഉഹദ് രണാങ്കണത്തിൽ മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ ഓടിക്കൂടിയ ശത്രുക്കൾ. ഫസ്റ്റ് ഘട്ടത്തിൽ ഉഹദിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി, ഫസ്റ്റ് ഘട്ടത്തിൽ ഉഹദിൽ വിജയമുണ്ടായി. രണ്ടാമത്തെ ഘട്ടത്തിൽ മുത്ത് റസൂലിന്റെ വാക്കിനെ അവർ നിരാകരിച്ചതിന്റെ പേരിൽ ശത്രുക്കൾ മുസ്ലിം ഉമ്മത്തിനെ അഥവാ വിശ്വാസികൾ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒട്ടകപ്പുറത്ത് കയറിക്കൊണ്ട് പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനം, അനൻ നബിയുൽ ലാ കദിബ്, ഞാൻ സത്യസന്ധനായ പ്രവാചകനാണ്, ഞാൻ അള്ളാഹു നിയോഗിച്ച ദൂതനാണ്. ഒരു ഭയപ്പാടില്ലാതെ ആരുടെ മുഖത്ത് നോക്കിയും ആരെടാ എന്ന് ചോദിച്ചാൽ ഞാനെടാ എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിലപാടുണ്ടാകണം. നമ്മുടെ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകരാണെന്ന് പറയുമ്പോൾ ആരുടെ മുഖത്ത് നോക്കിയിട്ടും ഞാൻ ആദർശം നെഞ്ചിലേറ്റിയവനാണ്. ഈ കേരളക്കരയിൽ ഇസ്ലാഹി പ്രസ്ഥാനം എന്തൊരാശയാദർശങ്ങളായിരുന്നോ കൊണ്ട് നടന്നിരുന്നത്, അതിന്റെ കൃത്യമായ പിന്മുറക്കാരാരാണെന്ന് ചോദിച്ചാൽ കൃത്യമായി വിശകലനം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു കൊച്ചു കൂട്ടായ്മയാണെന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റും. എന്തേ കാരണം? മറ്റുള്ളവരെ നമ്മൾ കൃത്യമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദർശം അവിടെ കൈകളില്ല പ്രിയപ്പെട്ടവരെ. പിന്നെ എന്തെങ്കിലും കുറ്റവും കുറവും കണ്ടെത്തി, ന്യൂനതകൾ കണ്ടെത്തി, മനുഷ്യരെ മാനസികമായി വിഷമിപ്പിക്കുന്ന ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചില പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുമ്പോ ലോകത്ത് കടന്നു വന്ന അമ്പിയാക്കൾ ജനങ്ങളെ കേൾപ്പിച്ച കൃത്യമായ തൗഹീദ് ആരുടെ മുഖത്ത് നോക്കിയിട്ടും കൃത്യമായി പറയുന്ന ഒരു നിലപാടിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓർഗനൈസേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുത്ത് റസൂലിന്റെ മാതൃകയാണ്.